ആലപ്പുഴയിലെ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനെതിരെ നിയമ നടപടി ആരംഭിച്ച് പ്രമുഖ വ്യവസായിയും ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനി ചെയർമാൻ ഗോകുലം ഗോപാലൻ. അപകീർത്തികരമായ പ്രചാരണം നടത്തിയ ശോഭാ സുരേന്ദ്രനെതിരെ വക്കീൽ നോട്ടീസ് അയച്ചു. 10 കോടി മാനനഷ്ടം പരിഹാരം നൽകണം എന്നാണ് ആവശ്യം. ഒരാഴ്ചയ്ക്കകം നഷ്ടപരിഹാരം നൽകിയില്ലെങ്കിൽ സിവിൽ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കുമെന്നും ഗോകുലം ഗോപാലൻ നോട്ടീസിലൂടെ അറിയിച്ചു. ദീപക് ധർമ്മടം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ദീപക്, ശോഭാ സുരേന്ദ്രനെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നു ഗോകുലം ഗോപാലൻ. എന്താണ് അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് കൂടുതലായി വ്യക്തമാക്കുന്നത്? തുടർന്നുള്ള അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും? റീജിത്ത്, ഇന്നലെ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം ഗോകുലം ഗോപാലൻ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. ആ വേളയിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും, ശോഭാ സുരേന്ദ്രൻ പച്ചക്കള്ളമാണ് പറഞ്ഞത് എന്നായിരുന്നു ഇന്നലെ ഗോകുലം ഗോപാലൻ പറഞ്ഞത്. ഇന്നിപ്പോൾ ശോഭാ സുരേന്ദ്രനെതിരെ 10 കോടി മാനനഷ്ടം നൽകാൻ വേണ്ടിയുള്ള കേസിൻ്റെ നടപടികൾ ആരംഭിച്ചു. അതിൽ വക്കീൽ നോട്ടീസ് അയച്ചു കഴിഞ്ഞിരിക്കുന്നു. ഗോകുലം ഗോപാലൻ തത്സമയം 24 ഒപ്പം ചേരുകയാണ്. നമസ്കാരം. അങ്ങ് ഇന്നലെയായിരുന്നു ഈ നടപടിയിലേക്ക് കടക്കുമെന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, കാരണം 10-15,000 പേര് ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഉടമയാണ് ഞാൻ. ഇന്ന് വരെ ഒരു പോലീസ് കംപ്ലൈൻറ്റോ ഒരു സ്റ്റേഷനിലോ ഒരു കൊടുക്കൽ വാങ്ങലിലോ ഒരു കംപ്ലൈൻ്റ് ഇല്ലാത്ത രീതിയിൽ നടത്തുന്ന ഒരു കമ്പനിയെ പറ്റി അവരിത്ര ധൈര്യമായി പച്ചക്കള്ളം പറയാനുള്ള കാരണം എന്താണെന്ന് എനിക്കറിയില്ല. ആരോ അവരെ പ്രോത്സാഹിപ്പിച്ച് അവരുടെ കാശ് കൊടുത്ത് അവരെ കൊണ്ട് പറയിപ്പിച്ചാണെന്ന് എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ കമ്പനിയെ നശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചില ആളുകളുണ്ട്. അവരുടെ പ്രോത്സാഹനമാണ് അത് ചെയ്തതെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് ഇങ്ങനെയുള്ള പച്ചക്കള്ളങ്ങൾ പറയുമ്പോൾ അവൾക്ക് കാശുകൾ പുറത്തുനിന്ന് കിട്ടാനുള്ള അവസരം അവൾ ഉണ്ടാക്കിയതിൻ്റെ പേരിലാണ്. അവസരം ഉള്ളതുകൊണ്ടായിരിക്കും അവർ പറഞ്ഞിട്ടുണ്ടായിരിക്കുക. പക്ഷേ ഇങ്ങനെ പറയുന്ന എൻ്റെ അപമാനപ്പെടുത്തുന്ന എൻ്റെ ഒരു വ്യക്തിഹത്യ ചെയ്തു, അതോട് സമയത്ത് എൻ്റെ കുടുംബത്തിനെ തന്നെ അപമാനിക്കുന്ന രീതിയിലാണ് അവൾ സംസാരിച്ചിട്ടുള്ളത്. പിന്നെ മാത്രമല്ല, ഞാൻ ഇവിടെ കരിമണൽ കണൽ കർത്ത എനിക്ക് ബന്ധമുണ്ട്. എനിക്ക് അദ്ദേഹത്തെ ഇതുവരെ ഞാൻ പരിചയപ്പെട്ടിട്ടില്ല, അദ്ദേഹത്തെ എനിക്ക് അറിയില്ല. അങ്ങനത്തെ ഓരോ ഇല്ലാത്ത കാര്യങ്ങൾ ബന്ധപ്പെടുത്തി പറഞ്ഞപ്പോൾ അത് വലിയ വിഷമമുണ്ടായി. അത് മാത്രമല്ല, ഇത്ര കോടി രൂപ അല്ലെ എത്രയോ സ്വത്തുകൾ ഞാൻ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷെ അത് ഞാൻ സ്വത്ത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നിയമപരമായിട്ട് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒരാളോട്, പാവപ്പെട്ടവനോട് ഞാൻ സഹായിക്കുമെന്നല്ലാണ്ട് ഞാൻ അവരോട് നിന്ന് വരെ ഒരു പാവപ്പെട്ടവൻ വന്ന് പറയില്ല എനിക്ക് എന്നെ ഗോപാലൻ ദ്രോഹിച്ചെന്ന്. അങ്ങനെ പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ ആൾക്ക് ഞാൻ അവാർഡ് കൊടുക്കാൻ പറയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് തരാനുള്ള കാശിന് നിയമ നടപടി എടുക്കേണ്ടത് എൻ്റെ ചുമതലയാണ്. എല്ലാ ബാങ്കുകളും അങ്ങനെ തന്നെ ചെയ്യുന്നു. ആ ബാങ്ക് പോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ പലിശ എന്ന് പറഞ്ഞാൽ 1% ഇൻട്രസ്റ്റ് എടുത്തിട്ടാണ് പല പാവപ്പെട്ടവർക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാതെ തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. ഇത് ആരെ പറഞ്ഞു കൊടുത്തിട്ടാണ് ഈ നുണകൾ ഇവിടെ പറയുന്നതെന്ന് എനിക്കറിയില്ല. ശോഭാ സുരേന്ദ്രനെതിരെ ഇനി നിയമ നടപടി അങ്ങേയറ്റം വരെ പോകാനാണോ ഉദ്ദേശിച്ചത്? നിയമ നടപടികൾ തീർച്ചയായും. കാരണം ആദ്യം അവൾ പറഞ്ഞപ്പോൾ ഞാനത് ഒരു വികാരത്തിൻ്റെ പേരിൽ എന്തോ പറഞ്ഞതായിരിക്കും. കാരണം ഞാൻ ഒരാളെ പറഞ്ഞയച്ച് എന്നാണ് അവർ പറയുന്നത്. ഈ ആളെ പേര് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ പറയാൻ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞില്ല. അങ്ങനെ സംഭവം നടന്നില്ല എന്നാണ് എനിക്ക് നല്ലപോലെ അറിയാം. ഞാൻ ആളെ അയച്ചിട്ടില്ല, അവരുടെ അടുത്ത് സംസാരിച്ചിട്ടില്ല. പിന്നെ അവർ ആളെ പറ്റി പറയാനാ അങ്ങനെ ആ രീതി. അപ്പം ഞാൻ വിചാരിച്ചു ഏതോ വികാരത്തിൻ്റെ പേരിൽ അങ്ങനെ പറഞ്ഞതായിരിക്കാം. പക്ഷെ ഇന്ന് അവൾ എൻ്റെ കുടുംബത്തിനെ ബാധിക്കുന്നവർ, എൻ്റെ ഇന്ന് 10-15,000 ജോലി ചെയ്യുന്ന ആളുകളെ അവരുടെ കുടുംബത്തിനെ ബാധിക്കുന്ന രീതിയിലാണ് ഇന്ന് 25-ാം തീയതി കാലത്ത്, അല്ല 24-ാം തീയതി കാലത്ത് അവൾ സംസാരിച്ചത്. തീർച്ചയായും ഇതിൻ്റെ പേരിൽ നിയമ നടപടികളെടുക്കും. എൻ്റെ അഭിമാന പ്രശ്നമാണ് ഇത്. തീർച്ചയായും എൻ്റെ കൂടെ ജോലി എടുക്കുന്ന 15,000 പേർ മാത്രം 1 കോടിയോളം കസ്റ്റമേഴ്സിന് അവർക്കൊക്കെ എൻ്റെ പേരിൽ തോന്നുന്ന ഒരു വിവേചനം അതിന് ഇല്ലാതാക്കാൻ വേണ്ടി തീർച്ചയായും ഇവളെ കണ്ട് ഇതിന് കേസെടുത്ത് സുപ്രീം കോർട്ടിലെ എന്ത് കോർട്ട് വരെ ഞാൻ പോകാൻ തയ്യാറാണ്. ഓക്കെ, വളരെ കൃത്യമായി റീജിത്തെ, സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നാലും നിയമ നടപടിയുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഗോകുലം ഗോപാലൻ വ്യക്തമാക്കിയത്. പച്ചക്കള്ളമാണ് തനിക്കെതിരെ മറ്റാർക്കോ വേണ്ടി ആരോപിക്കപ്പെട്ടിരിക്കുന്നത്, പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഗോകുലം ഗോപാലൻ വ്യക്തമാക്കിയത്. റീജിത്ത്, ശരി. ഗോകുലം ഗോപാലിനൊപ്പം ചേരുകയായിരുന്നു ദീപക് ധർമ്മടം. ശോഭാ സുരേന്ദ്രനെതിരെ നിയമ നടപടി ആരംഭിച്ചിരിക്കുന്നു പ്രമുഖ വ്യവസായിയും ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനി ചെയർമാൻ ഗോകുലം ഗോപാലൻ. അപകീർത്തികരമായ പ്രചാരണം നടത്തിയ ശോഭാ സുരേന്ദ്രനെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. 10 കോടി മാനനഷ്ടപരിഹാരം നൽകണം എന്ന ആവശ്യവും മുന്നോട്ട് വച്ചിട്ടുണ്ട്.